ലിയോ സക്സസ് മീറ്റ് ആണ് വേദി. ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം: 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കുമോ? കപ്പ് മുഖ്യം ബിഗിലെ. ഉടൻ വന്നു ദളപതിയുടെ മറുപടി. കൂട്ടത്തിൽ തന്റെ ആരാധക കൂട്ടായ്മയായ മക്കൾ ഇയക്കത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു: നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പൊരുതി വെറുതെ സമയം കളയരുത്. അതെ, ദളപതി ഉറപ്പിച്ചു കഴിഞ്ഞു, തന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രിക്ക് സമയമായി. തമിഴ്നാട്ടിലെ ഏറ്റവും ചൂടേറിയ ചർച്ച വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്നതായിരുന്നു. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നാണ് താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതിനു മുന്നോടിയായി 200ഓളം അംഗങ്ങളുള്ള ജനറൽ കൗൺസിൽ യോഗം ചേർന്ന് അധ്യക്ഷനായി വിജയിനെ തെരഞ്ഞെടുത്തെന്നാണ് സൂചന. ഒരു മാസത്തിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെന്നൈയിൽ വിജയ് നേരിട്ട് മുൻകൈയെടുത്ത് ഒരു ചടങ്ങ് നടത്തി. തമിഴ്നാട് ബോർഡ് പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ. വേദിയിലെ ദൃശ്യങ്ങൾ തമിഴ്നാട്ടിലും പുറത്തും ട്രെൻഡിംഗ് ആയി. പണം വാങ്ങി വോട്ട് ചെയ്യരുത്. ആ വേദിയിൽ വിജയ് നടത്തിയ പ്രസംഗവും വൈറലായി. '2009 രാഹുൽ ഗാന്ധിയുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയതോടെ കോൺഗ്രസിൽ ചേരാൻ പോകുന്നുവെന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായി. അതിന് കാരണമായി പറഞ്ഞിരുന്നത് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ കൽവിത്തന്തൈ കെ കാമരാജിനോടുള്ള വിജയുടെ ആരാധനയാണ്. 2020 കോൺഗ്രസ് ദളപതിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സിനിമയിലൂടെയും സിനിമയ്ക്ക് പുറത്തുമുള്ള വിജയുടെ BJP സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും ഇന്ത്യയാകെ വലിയ ചർച്ചയായി. EDയെ വിട്ട് പേടിപ്പിച്ചപ്പോൾ ഒരൊറ്റ സെൽഫി കൊണ്ട് വിജയ് അതിനുള്ള മറുപടി നൽകി, നിലപാട് വ്യക്തമാക്കി. മെർസൽ സിനിമയിലെ GST ഡയലോഗും അതിനൊപ്പം ഉയർന്നു വന്ന വിവാദത്തിനും ശേഷമാണ് വിജയ് തന്റെ ഗിയർ മാറ്റിപ്പിടിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സൈക്കിൾ ചവിട്ടി പോയതും രാഷ്ട്രീയ പ്രസ്താവനയായി വായിച്ചെടുക്കാം. തമിഴകത്ത് സിനിമാക്കാരുടെ രാഷ്ട്രീയ പ്രവേശം പുതുമയുള്ള വിഷയമല്ല. കരുണാനിധിയും MGRും സിനിമ വഴി വന്ന ദ്രാവിഡ രാഷ്ട്രീയത്തെ വഴി തെളിച്ചവരാണ്. ആ താരപ്രഭയാണ് MGRനെ പുരട്சி തലൈവറാക്കിയത്. പിന്നീട് ജയലളിതയെ പുരട്சி തലൈവിയാക്കിയതും ഇതേ താരപ്പകിട്ട് തന്നെ. ശിവാജി ഗണേശനും രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കിയിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച വിജയകാന്ത് തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവ് വരെയായി. കമൽഹാസൻ മക്കൾ നീതിമയ്യവുമായി രംഗത്തുണ്ട്. എന്നാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് തന്റെ രാഷ്ട്രീയ വഴി തനി വഴിയാക്കാൻ കഴിഞ്ഞതുമില്ല. അജിത് കുമാറിനെ തന്റെ പിൻഗാമിയാക്കണമെന്ന് ജയലളിത ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തമിഴരുടെ തല അരസിയലിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. ഇപ്പോൾ ചർച്ച ദളപതിയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവേശനവുമാണ്. വിജയ രാഷ്ട്രീയം വാഴുമോ വീഴുമോ എന്ന് കണ്ടറിയാം.